ഇറാഖിന്റെ സൈന്യവും ഒടുവിൽ സിറിയൻ സർക്കാരിനെ സഹായിക്കാൻ വേണ്ടി സിറിയയിലെത്തിയ വിവരം പുറത്തുവന്നു. 300-ലധികം സൈനികരാണ് ആദ്യഘട്ടത്തിൽ വന്നത് എന്നും ഇറാനെ പിന്തുണയ്ക്കുന്ന മിലീഷ്യ വിഭാഗം ഇറാഖിന്റെ സൈന്യത്തോടൊപ്പം ഉണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് പുറത്തുവന്നത്. അപ്പോൾ സിറിയയെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യത്തിന്റെ അകത്ത് മറ്റ് രാജ്യങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനെ പ്രതിരോധിക്കുക എന്നുള്ളത് ഇറാന്റെ അനിവാര്യമായിരിക്കുന്ന കാര്യമാണ്. ഡമാസ്കസിനെയും അവരുടെ സർക്കാരിനെയും സംരക്ഷിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും തങ്ങളുടെ ബാധ്യതയാണ് എന്ന് ഇറാന്റെ പ്രസിഡന്റ് പെഷഷ്കിയാൻ തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്. അവിടെ വിദേശ രാജ്യങ്ങളുടെ ഒരു താൽപര്യങ്ങളും നിലനിർത്താൻ വേണ്ടി സമ്മതിക്കുകയില്ല. ഏത് തരത്തിലുള്ള പ്രതിരോധമുണ്ടായാലും ആഭ്യന്തര കുഴപ്പമുണ്ടായാലും തീർച്ചയായിട്ടും അതിനെ അടിച്ചൊതുക്കും. ഇപ്പോൾ തന്നെ ഈ വിമതപക്ഷം പിടിച്ചെടുത്തു എന്ന് പറയുന്ന അലപ്പോ നഗരത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ഏറ്റുമുട്ടലുകൾ തുടരുന്നു എന്നുള്ളതാണ്. പല ഭാഗങ്ങളും പൂർണ്ണ തോതിൽ ഇപ്പോഴും വിമതപക്ഷത്തിന്റെ കൈവശത്തിലേക്ക് ചേർന്നിട്ടില്ല. റഷ്യൻ സൈന്യം ഇതിൽ യുദ്ധത്തിലിറങ്ങിക്കൊണ്ട് വലിയ രീതിയിൽ ആക്രമണം